വളരെ മനോഹരമായ ലീഗ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പേരിന് മാത്രമുള്ളൊരു തങ്ങളല്ല, പോരിനും പോന്ന തങ്ങളാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുഞ്ഞാപ്പയെ ഒപ്പം നിർത്തി കാര്യങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തുവെന്ന് മാത്രമല്ല, എഴുതി കൊടുക്കുന്ന പേപ്പറുകൾ വായിച്ച് അതങ്ങ് അംഗീകരിക്കുന്നു എന്ന് പലപ്പോഴും നമുക്കറിയില്ല സത്യമാണോ അതെന്ന്. പക്ഷേ അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രസിഡന്റുമാരെക്കുറിച്ച് എന്നും പറഞ്ഞിരുന്നത്. കുഞ്ഞാപ്പായ്ക്കുമുണ്ടൊരാശ്വാസം. കാരണം എന്ത് ചെയ്താലും ഏറുകൊള്ളുന്നത് അദ്ദേഹമായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം കുഞ്ഞാലിക്കുട്ടിയാണ് ചെയ്യുന്നത് എന്ന് ഒരാളും പറയില്ല. കാരണം കാര്യങ്ങളിൽ അഭിപ്രായവും നിലപാടും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്നത് കൂടിയായിരുന്നു ഇത്തവണത്തെ ലീഗിൻ്റെ പട്ടിക. 25 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. 2 എണ്ണം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ചടയമംഗലം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സുൽഫിക്കർ സലാമിന് വേണ്ടി ആവശ്യപ്പെട്ട് ലീഗ് നിലപാടെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലയിൽ ഇതുവരെ ഒരു മുസ്ലിം പേരുമില്ല. അതുകൊണ്ട് തന്നെ പുനലൂർ മാറി ചടയമംഗലം നൽകുമ്പോഴേക്കും പുനലൂരിൽ നിന്ന് ഒരു മുസ്ലിം പേരും ചടയമംഗലത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയും വരുന്നതോടുകൂടി കൊല്ലം ജില്ലയിലെ കോൺഗ്രസിൻ്റെ പട്ടികയും പൂർണ്ണമാണെന്ന് അവർക്ക് അവകാശപ്പെടാം. എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും പരിഗണിച്ചു എന്ന് പറയുകയുമാവാം. ഏതായാലും ഇന്നത്തെ ലീഗിൻ്റെ പട്ടിക കിടിലമായിരുന്നു. മുസ്ലിം ലീഗിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചവരൊത്തിരിയുണ്ട്. പതിവില്ലാതെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് CHൻ്റെ മകൻ MK മുനീർ ഒരു നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് കൂടി ബോധ്യമല്ലാത്ത ഒരു മറുതീരുമാനം ലീഗ് എടുക്കുക പ്രയാസമാണ്. അത്രമേലുണ്ട് ലീഗുകാരുടെ മനസ്സിൽ CH മുഹമ്മദ് കോയ എന്ന വലിയ മനുഷ്യൻ. അതോടൊപ്പം തന്നെ മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നും പല പേരുകളും പല ആളുകളും ഒക്കെ ഇതിലേക്ക് കടന്നുകൂടുന്നതിനെപ്പറ്റി അടക്കം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്നവരൊക്കെയും ഇതിൽ വരുമോ ആകുമോ എന്നൊക്കെയുള്ള ചിന്ത അവർ പിടിമുറുക്കി ഇവർ പിടിമുറുക്കി അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നെങ്കിലും അസാധാരണമാം വിധം ലീഗിൻ്റെ പട്ടികയിൽ നിന്ന് ആരൊക്കെയാണ് ഒഴിവാകുന്നതെന്നും അതെങ്ങനെയാണ് സ്മൂത്തായി ഒഴിവാക്കപ്പെടുന്നതെന്നും ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പിടുത്തവും കിട്ടിയില്ല. മാറിയും തിരിഞ്ഞും വാർത്ത നൽകി. കാസർഗോട്ടേക്കാണ് KM ഷാജി എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് മറ്റൊരു മണ്ഡലം പറഞ്ഞു, പിന്നീട് വേങ്ങരയിലെത്തി. അതുപോലെ തന്നെ പലരുടെയും കാര്യത്തിൽ. എന്നാൽ ഏറ്റവും ഒടുവിൽ വരെ ഇതിൻ്റെ ആ പ്രഖ്യാപനത്തിൻ്റെ രസച്ചരട് നിലനിർത്താൻ എല്ലാവരിൽ നിന്നും കേൾക്കലല്ലാതെ ഒന്നും അങ്ങോട്ട് പറയാതിരുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ സൗഹൃദങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒക്കെ ഊഷ്മളതയുടെ പുഞ്ചിരിയിൽ ചിലതൊക്കെ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിച്ചവരും നിരാശരായി. അതിൻ്റെ ഭംഗി അവസാനം വരെ സൂക്ഷിക്കുകയും 2 വനിതാ സ്ഥാനാർത്ഥികളെയും നിരവധിയായ പുതുമുഖങ്ങളെയും ഒക്കെ പ്രഖ്യാപിച്ച് പഴയ മുഖങ്ങൾക്ക് മാറ്റം നൽകി പരിണിതപ്രജ്ഞരായ പലരെയും ഉൾപ്പെടുത്തി സമ്പൂർണ്ണമാക്കി ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക. M റഹ്മത്തുള്ളയെ പോലെ ട്രേഡ് യൂണിയൻ രംഗത്തു നിന്നും, അതുപോലെ PK നവാസിനെ പോലെയും ഫിറോസിനെ പോലെയും ഫൈസൽ ബാബുവിനെ പോലെയും ചെറുപ്പക്കാരുടെ നിരയെയും ഫാത്തിമ തഹ്ലിയെയും ജയന്തിയെയും പോലെ വനിതാ സ്ഥാനാർത്ഥികളെയും പരിണിതപ്രജ്ഞരായ മണ്ണാർക്കാട് MLAയെയും അതുപോലെ തന്നെ PK ബഷീറിനെയും ഒക്കെ നിലനിർത്തി KM ഷാജിയെ കൂടി ഉൾപ്പെടുത്തി PK കുഞ്ഞാലിക്കുട്ടി എന്ന എത്രയോ കാലങ്ങളായുള്ള കേരള രാഷ്ട്രീയത്തിലെ അതികായൻ്റെ പട്ടികയടക്കം മനോഹരമാക്കി തീർത്തു ആ പട്ടികകൾ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഇനി തങ്ങളുടെ ശബ്ദത്തിന് മേൽ ഒരു ശബ്ദമുയരുന്ന പതിവ് ലീഗിലില്ല. കുഞ്ഞാലിക്കുട്ടിക്കും കിട്ടി ആശ്വാസം. എന്തെന്ന് വെച്ചാൽ പലപ്പോഴും എല്ലാ തവണയും എല്ലാ കാര്യത്തിലും ഏറുകൊള്ളുന്നതും കിട്ടാത്തവർ കുറ്റം പറയുന്നതും കിട്ടിയവർ മിണ്ടാതിരിക്കുന്നതുമൊക്കെ ആ പേരായിരുന്നു. എന്നാൽ ഇത്തവണ എല്ലാം അദ്ദേഹമാണ് ചെയ്തതെന്ന് ആരും പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾക്ക് അതിൻ്റേതായ വില സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൽപ്പിക്കാറുണ്ട് എന്നുള്ളത് ഇവർക്കിടയിലുള്ള ബന്ധത്തിൻ്റെ രസതന്ത്രം അറിയാവുന്നവർക്ക് നന്നായി അറിയാം. ഇനി കോൺഗ്രസിൻ്റെ പട്ടികയും അതുപോലെ തന്നെ മറ്റു പല പാർട്ടികളുടെയും ലിസ്റ്റുകളൊക്കെയും അപൂർണമായത് പൂർണ്ണമാക്കാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ സംഭവിക്കുമായിരിക്കും.